നമസ്കാരം. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു സസ്യമാണ് തുളസി. തുളസി നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. കാരണം ലക്ഷ്മി നാരായണ കടാക്ഷത്തെ അഥവാ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായ ഒരു സസ്യമാകുന്നു. ലക്ഷ്മി ദേവിയുടെ മുടിയാണ് തുളസി എന്നാണ് പറയുക. അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സസ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അത് ശുഭകരമാണ്. അതിനാൽ തുളസിയെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യമാകുന്നു. എന്നാൽ തുളസിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ധാരാളമായി തുളസി വീടുകളിൽ പിടിച്ചു വരുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ ചില വീടുകളിൽ നിത്യവും തുളസി ധാരാളമായി പൂക്കാം, അല്ലെങ്കിൽ പൂക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. ഇപ്രകാരം തുളസി പൂക്കുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഞാൻ ഈ പരാമർശിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുക. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളിൽ അഥവാ ഈ ലക്ഷണങ്ങൾ ഉള്ള വീടുകളിൽ തീർച്ചയായും ആ സ്ത്രീകളുള്ള വീടുകളിൽ തീർച്ചയായും തുളസി ധാരാളമായി പൂക്കും. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ധൈര്യം നൽകി ഒപ്പമുണ്ടാകും. അവർക്കൊപ്പം ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും മറ്റുള്ളവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ നിങ്ങൾ ഒറ്റയ്ക്കാക്കില്ല അല്ലെങ്കിൽ തള്ളിപ്പറയില്ല എന്നതാണ് വാസ്തവം. അതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കും. അഥവാ ആ വ്യക്തികളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കും. അതിനുവേണ്ടി പല ത്യാഗങ്ങളും നിങ്ങൾ ചെയ്തു എന്ന് വരും. വീട്ടിലെ ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന വ്യക്തിയായിരിക്കും ആ സ്ത്രീ. പലർക്കും അത് സാധിക്കണം എന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് തീർച്ചയായും അത് സാധിക്കും എന്നാണ് പറയുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അവരുടെ സന്തോഷം എപ്പോഴും കാണണം എന്ന് ആഗ്രഹിക്കുകയും അത് നിലനിർത്തുവാനായി ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ. മറ്റൊരു പ്രധാനപ്പെട്ടതായ ലക്ഷണമായി പരാമർശിക്കുന്നത് മുതിർന്നവരോടുള്ള പെരുമാറ്റമാണ്. മുതിർന്നവരോട് വളരെയധികം ബഹുമാനം, വിനയം എല്ലായ്പ്പോഴും പ്രകടമാക്കുന്ന സ്ത്രീകളായിരിക്കും ഇവർ. ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിലും മുതിർന്നവരോട് ബഹുമാനം ഇവർക്ക് നഷ്ടപ്പെടുന്നതല്ല. അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ. വിനയം മുഖമുദ്രയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്ഥാനം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. ഒരിക്കൽ നിങ്ങളെ പരിചയപ്പെടുകയാണ് എങ്കിൽ അത് ആർക്കും മറക്കുവാൻ സാധിക്കുന്നതല്ല. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കാതിരിക്കുവാൻ ഇവരാൽ കഴിയുന്നതായ കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് കാരണമായി തീരാവുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി അവരെ സന്തോഷിപ്പിക്കുവാൻ സാധിക്കും. അതിനായി പലവിധ ത്യാഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം, അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ അവരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് മുഖ്യം. അതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങൾ. ചെറിയ കാര്യത്തിന് പോലും ചില അവസരങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത് ചെറിയ കാര്യമാണ് എങ്കിലും തീർച്ചയായും അത്തരം ചില അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുമാകാം. കാരണം മറ്റുള്ളവർക്ക് അത് വിഷമങ്ങൾക്ക് കാരണമാകുമോ, അത്തരത്തിൽ പലവിധ ചിന്തകളും നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. അതിനാൽ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ.
കുടുംബമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് ഇവർ. കുടുംബം വിട്ട് മറ്റൊന്നിനും ഇല്ലാത്തതായ വ്യക്തികളായിരിക്കും ഇവർ. ഇവരുടെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയും ഇതായിരിക്കും. കുടുംബമാണ് പലപ്പോഴും ഇവർക്ക് ശക്തി പകരുക. എത്രമേൽ നിങ്ങൾക്ക് വിഷമമുള്ള സാഹചര്യമാണ് എങ്കിലും, അല്ലെങ്കിൽ വിഷമങ്ങൾ ബാധിച്ചിരിക്കുന്നതായ സമയമാണ് എങ്കിലും, കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ കുടുംബമാണ് എന്ന കാര്യം ആലോചിച്ച് പലപ്പോഴും അതെല്ലാം തരണം ചെയ്ത് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും നിങ്ങൾ. ദൈവിക കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് ഇവർ. ക്ഷേത്ര ദർശനം ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമായിരിക്കും. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അല്ലെങ്കിൽ ഇവർക്ക് സമയം ലഭിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അത്തരത്തിൽ ദൈവിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ദൈവിക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണ് ഇവർ. എപ്പോഴും ഇഷ്ടദേവതയുടെ നാമങ്ങൾ ഇവരുടെ മനസ്സിലേക്ക്, നാവിലേക്ക് കടന്നു വരും. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും ഇവർ. പലപ്പോഴും ജീവിതത്തിൽ പല രീതിയിലും തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം. വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ലഭിക്കും എന്ന് വിചാരിച്ചതായ പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ പല തിരിച്ചടികളും ജീവിതത്തിൽ നേരിടും എങ്കിൽ പോലും പലരും തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന ഈ അവസ്ഥയിൽ ഇവർ ചിന്തിക്കുന്നത് നേരെ മറിച്ചായിരിക്കും. എല്ലാം നല്ലതിന് എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇവർ. പോസിറ്റീവായ ചിന്താഗതി എപ്പോഴും ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് ഇവർ. ശുഭാപ്തി വിശ്വാസം ഇവരുടെ മുഖമുദ്രയാണ്. തോൽവി ഉറപ്പിച്ചാൽ പോലും ഇവർ വിട്ടുകൊടുക്കുന്നവരല്ല, ജയത്തിനായി ശ്രമിക്കുന്നവരാണ്. അത്തരത്തിൽ പലപ്പോഴും വിജയങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ തകർന്നു പോകാതെ പൊരുതുകയും അത്തരത്തിൽ വിജയം നേടുകയും ചെയ്തിട്ടുള്ള സ്ത്രീകളായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന വ്യക്തികളായിരിക്കും. അത് ശത്രുക്കളാണ് എങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ അത്തരത്തിൽ സന്തോഷിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിൽ മറ്റുള്ളവർക്ക് നല്ലത് വരണം, മറ്റുള്ളവർ ഉയരുന്നതിൽ യാതൊരുവിധ വിഷമവും ഇല്ലാത്ത വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അത് സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷം കൂടി ഇവർക്കുള്ളതിനാൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു. ഇവർ മൂലം മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചാലും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും എന്നാൽ മറ്റുള്ളവർ തിരികെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സമയത്ത് പോലും സഹായം നൽകാത്തതായ സാഹചര്യം ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരത്തിൽ പലപ്പോഴും പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ നേരിട്ടാലും അതെല്ലാം നല്ലതിന് എന്ന് വിശ്വസിച്ച്, ഈശ്വരനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി തുളസി പൂക്കുന്നതാണ്. അത് ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷത്തിന്റെ അനുഗ്രഹത്തിന്റെ സൂചനയാകുന്നു. അതിനാൽ ഭഗവാനെ അഥവാ ലക്ഷ്മി നാരായണന്മാരെ നിത്യവും ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉയർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാണ്.